ഇന്ന് നമുക്ക് ഹെൽത്തിയായ ഒരു ഉപ്മാവ് ഉണ്ടാക്കാം. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. ഞാനെടുത്തത് കുറച്ച് ക്യാരറ്റ്, ഗ്രീൻ പീസ്, സവാള, കാബേജ്, ക്യാപ്സിക്കം. വെജിറ്റബിൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കൂടുകയോ കുറയുകയോ ചെയ്താൽ പ്രശ്നമില്ല. ഞാനിവിടെ നീളത്തിലാണ് മുറിച്ചെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതായോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അത് ഒരുവിധം വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. സ്റ്റൗ സിമ്മിൽ വെച്ച് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം ഇങ്ങനെ ഇളക്കിയെടുക്കാൻ. ഇനി ഇതൊരുവിധം വാടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 നുള്ളി കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 5-6 ചെറിയ ചുവന്നുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമണം മാറുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് 2-3 എണ്ണം മുറിച്ചത് ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റവയ്ക്ക് ആവശ്യമായ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കിയ ശേഷം അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഞാനിട്ടത്. അതുമൊന്ന് നല്ലതുപോലെ ചൂടായ ശേഷം ഇതിലേക്ക് വെള്ളം തിളപ്പിച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. റവയൊന്ന് നല്ലതുപോലെ വെന്ത് വരേണ്ട രീതിയിൽ ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെജിറ്റബിൾ ഇട്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉപ്മാവിന് നല്ല സ്വാദാണ്. പിന്നെ ആരോഗ്യത്തിനും നല്ലത് തന്നെ. വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നതിനേക്കാൾ നല്ല സ്വാദാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.